സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രാൻസ് മാനേജറിന്റെ 1500 കോയിൻ ഇതിനകത്ത് എടുത്തിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ ചാനലിനായ റിയൽ സഞ്ജുവിന് എന്തായാലും ലൈവ് വരുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഡിവിഷൻ കളിച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ കോമാച്ചും 1-1 ഒക്കെ ഇട്ട് നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഗൈസ് ഇന്ന് എങ്ങനെയാ നോക്കി നോക്കി എൻ്റെ ഒരു പഴയ ദശാംശ സിംഗിൾ ബൂസ്റ്റർ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ നമുക്ക് അതും വെച്ചിട്ട് ഡിവിഷൻ മാച്ച് കളിച്ചിട്ട് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓൾറെഡി എന്താ വെച്ചാൽ പ്രീമിയം പാക്ക് അല്ല, 100 എനിക്ക് തോന്നുന്നു നോക്കണം കഴിച്ചു. എംബാപ്പ 102 ഒക്കെയാന്ന് തോന്നുന്നു, 103 ഒക്കെ ആയിരിക്കും കയറും. നമ്മുടെ ബിഗ് ടൈം അല്ല റൊണാൾഡോന്റെ കാർഡ് പോലെ അല്ല, 104 105 കയറുന്നില്ല. അപ്പൊ എന്തായാലും കേസ് 1810 കോയിൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നാളെയൊക്കെയാണ് നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ പോർമി ഓഫ് ദ ഡേ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ എന്തായാലും വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫ്രീ ട്രൈ ഇല്ല, ഈ പാക്ക് ഒക്കെ എടുത്തിട്ട് ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം. അപ്പൊ നമുക്കിതാ ദശാംശ് പൊസിഷൻ ഗെയിമിങ് നമ്മുടെ ലോങ് ബോൾ കൗണ്ടർ കാര്യങ്ങളാണ്. എംബാപ്പെ മേക്ന അത്യാവശ്യം കാർഡുകളൊക്കെ ഇനി വരാണ്ട്. അപ്പൊ നമ്മളിതാ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ലൈക്ക് അടിക്കാണ്ട് കാണുന്നവരൊക്കെ ലൈക്ക് അടിച്ച് പോറാക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാതല്ലേ എല്ലാവരും ഒന്ന് ഉഷാറാക്കാം. അപ്പൊ നേരെ നമുക്ക് ഡിവിഷൻ മാച്ചിലേക്ക് കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും വെച്ചാൽ ഫസ്റ്റ് മാച്ച് നമുക്ക് നോക്കി നോക്കാം. ഡാമിയോ ഗ്രനാറോ എന്ന് പറഞ്ഞൊരു ഓപ്പോണന്റ് ആണ് നമ്മുടെ ഡിവിഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിവിഷൻ കളിക്കുന്ന പയ്യന്റെ അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. എങ്ങനെയുണ്ട് നോക്കിയോ ഫസ്റ്റ് ഇംപ്രഷൻ. ചൗമണി ടു നമ്മുടെ ചെറുക്കി ടു ഡെമ്പലെ, പിന്നെ നമ്മുടെ ഡെമ്പലെ ടു വീണ്ടും ബാക്കോട്ട് ഉപമയ്ക്കാനോ ചൗമണി ഗൈസ്. ഒരു 2-3 ഡിവിഷൻ ഒന്ന് കളിച്ചോട്ടെ. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ചെറുക്കി. പിന്നെ അടിച്ചോ ആ ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് തുടക്ക ഡിവിഷൻ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓപ്പോണന്റ് ചിലപ്പോൾ സെറ്റായി വരുന്നുണ്ട്. അതാ ഞാൻ ഗോൾ സെലിബ്രേഷൻ കിട്ടെ ഗൈസ്. അപ്പൊ ചെറുക്കി എന്ന് പറഞ്ഞൊരു കാർഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്, നമ്മുടെ ഡെഷാംസിന്റെ സെലിബ്രേഷൻ ഗൈസ്. ഞാൻ ഓൾറെഡി നമ്മുടെ മറ്റേ സിഗ്നൽ ഇഡുന പാർക്കില്ലേ ഗൈസ്, അതാണ് ഇട്ടിരിക്കുന്നത്. അതാട്ടോ ഗൈസ് വെച്ചാൽ എനിക്ക് തോന്നുന്നു തുടക്കം ആയതുകൊണ്ടാണ് സംഭവം സിമ്പിൾ ആയിട്ട് ഗോൾ കയറിയെന്ന് തോന്നുന്നു. ഡിവിഷൻ മാച്ചിലാണ് ഞാൻ കളിക്കുന്നത്. പിന്നെ അപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗോൾ എന്തായാലും നമ്മൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പാച്ചോ മച്ചാമാരെ ഞാൻ സ്ക്വാഡും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാട്ടോ. ഞാൻ നമ്മുടെ സ്ക്വാഡ് പയ്യന്റെ ഒന്നുകൂടെ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഓക്കെ, പോട്ടെ എംബാപ്പെ ഇവിടുന്ന് ഒരു ഇതടിക്കാം. നമുക്ക് സ്റ്റണ്ണിങ് ഷോട്ട് അടിച്ചോ ഗൈസ്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഓപ്പോണന്റ് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോ അറിയില്ല സ്കിപ്പ് ചെയ്യോ, അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ടാമത്തെ ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഡിവിഷനിൽ മിക്കവാറും അത്യാവശ്യം കിട്ടുന്ന ഓപ്പോണന്റ് വരും. അപ്പൊ ടൈറ്റ് മാച്ച് ആവും. ഇത് തുടക്കം ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. ഓക്കെ, വില്യം പാച്ചോ, അർണോൾഡ്, പിന്നെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് മച്ചാവരെ. നമ്മുടെ മെസ്സി മറ്റേ ഷോർട്ട് ടൈം മെസ്സി തോന്നുന്നു. ഫ്രീ കിട്ടിയ ഡെമ്പലെ, ചൗമണി, എംബാപ്പെ. ഓക്കെ, തിരിഞ്ഞോ അടിച്ചോ പൈസ. അപ്പൊ എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചോളും കേട്ടോ. ആ ഒരു എന്തായാലും കാണുന്നുള്ളൊരു ഇതുണ്ട് സംഭവം. മാനേജറെ ലോങ് ബോൾ എടുക്കുന്നവർക്ക് എന്തായാലും ഒരു അടിപൊളിയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ മാനേജർ വരുമ്പോൾ പഴയ മാനേജർ ഞാൻ ഓൾറെഡി ഇന്നൊക്കെ രാവിലെ ലൈവ് വന്നപ്പോൾ ഡിവിഷൻ കളിച്ചു നോക്കി, കുഴപ്പമില്ല, ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവര് ചില ടൈമിലൊക്കെ നെർഫാക്കാറുണ്ട്, പക്ഷെ പവർ അപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്തായാലും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. പിന്നെ ഈ ഇടയ്ക്ക് എന്താണെന്നറിയില്ല, ഡിവിഷൻ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. അത് എനിക്ക് മാത്രമല്ല മൊത്തത്തിൽ എന്തൊരു പ്രശ്നം, നെറ്റ്വർക്ക് ലാഗ് അല്ല സംഭവം, ഈ പാസ്റ്റേരി. അപ്പൊ നിങ്ങൾക്കും ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് പോലീസിനെ വെച്ച് ഇവിടെ ബ്ലിറ്റ്സ് അടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ പക്ഷേ ഇച്ചിരി മേളിലേക്ക് അടിക്കണം ഗൈസ്. ഡെമ്പലെ ടു നമ്മുടെ കാൻഡേറ്റ് നമ്മുടെ ചൗമണി അടിച്ചോ. ഇതത് പുറത്തേക്ക് പോയി. അല്ലെ നമുക്ക് എന്തായാലും കിടിലൻ ഗോൾ കിട്ടിയാല്. വാൻഡീജിക്ക്, ക്യാമവിംഗ, യമാല്, കാൻഡെ, എംബാപ്പെ വീണ്ടും വരുന്നു. എംബാപ്പെ കൊണ്ട് ഇത് നമുക്ക് അടുപ്പിക്കാം. ചൗമണി, ഡെമ്പലെ അടിച്ചോ. ഏകദേശം സംഭവം ഇത് തന്നെയാണ്. ഓൾറെഡി ഡിവിഷനിലാണ് ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് മിക്കവാറും ഈ മാച്ച് നമ്മൾ സ്കോർ ചെയ്ത് മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത മാച്ച് കൊണ്ട് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ഓപ്പോണന്റ് വന്നിട്ട് വെച്ചാൽ ആ ഓപ്പോണന്റ് പോയി. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഡിവിഷൻ മാച്ചിൽ ഈ ഒരു ഓപ്പോണന്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. അതുകൊണ്ടാണ് വെച്ചാൽ സംഭവം നല്ലൊരു മാനേജർ തന്നെയാണ്. കാരണം തുടക്കം തന്നെ നമുക്ക് കിടിലൊരു എന്താ പറയാ ടൈറ്റ് ഒന്നും ആയിരുന്നില്ല ഈ ഓപ്പോണന്റ്. അതുകൊണ്ടാണ് ചറപ്പറ നമുക്ക് ഗോള് കയറാൻ പറ്റി. പിന്നെ പോരാത്ത എനിക്ക് തോന്നുന്നു ഓപ്പോണന്റ് ഇത് അത്യാവശ്യം നല്ല കിടിലൻ ഓപ്പോണന്റാണ്. യമാല്, ഷെവ, പിന്നെ വേലിയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോർമേഷൻ 4-2-2. ഞാൻ ഗൈസ് ജസ്റ്റ് ഒന്ന്
കസ്റ്റം ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. നമ്മൾ ഡെമ്പലിനെ ഏറ്റവും മേളിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ് നമ്മുടെ ലിങ്കപ്പ് ഇട്ട് നോക്കാം. AMF സിംഗിൾ ഞാൻ എല്ലാവർക്കും ബൂസ്റ്റർ കൊടുത്തു കേട്ടോ. നമ്മുടെ സിംഗിൾ ബൂസ്റ്റർ എനിക്ക് ഉള്ളത് വെച്ചിട്ട് ഞാൻ നമ്മുടെ പയ്യന്റെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്ലേസിനും കൊടുത്ത് സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 103 നമ്മുടെ എംബാപ്പെ, ഡെമ്പലെ 102, പിന്നെ പിന്നെ നമ്മുടെ കെപ്പല്ലോ മാനേജർ, ലോങ് ബോൾ കൗണ്ടർ, പിന്നെ മേക്നാന്, ബാക്കിയൊക്കെ സെറ്റാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി വെക്കാം. വഴിയെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. പിന്നെ മച്ചാവൻ ഓൾറെഡി നമ്മുടെ റൊണാൾഡോന്റെ ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ചെയ്യണം. എന്തായാലും നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് കെയിനും പിന്നെ ഓരോരോ മാനേജർ കിട്ടാണ്, അതെല്ലാം നമുക്ക് സെറ്റ് ആക്കാം. നമ്മുടെ ചാനലിൽ എന്തായാലും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ആരെങ്കിലും സബ് ചെയ്യാണ്ട് കാണുന്നതിനൊക്കെ എല്ലാവരും ഉഷാറാക്കണേ. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പോണന്റ് റൗളാന്ന് തോന്നുന്നത്. കെപ്പല വേഴ്സസ് നമ്മുടെ ഡെഷാംസ് ആണ്. ഇത് മലയാളിയാന്ന് തോന്നുന്നു, കാരണം അനിമോ എന്നൊക്കെയാ പേരിട്ടേക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മലയാളി പയ്യൻ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇടാ മോനെ എന്ന് പറഞ്ഞിട്ട് എങ്ങാണ്ട് നമ്മുടെ ഒരു ഓപ്പോണന്റ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ മലയാളി സത്യം ഡിവിഷൻ മാച്ച് വരുമ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടും പേര്, കാരണം വെറൈറ്റി ആണ്. അപ്പൊ നിങ്ങളുടെ പേരൊക്കെ അങ്ങനെ വെറൈറ്റി ഉള്ളതിന്റെ കമന്റ് ചെയ്യാം. സലിമ, ഒലിവർഗാന്, ഹ്യൂസ്, റോബർട്ട്സൺ, പിന്നെ റൗള്, അത് നമ്മൾ കണ്ടത് റൗള് തന്നെയാണ്. ചൗമണി ടു നമ്മുടെ റയാൻ, പിന്നെ ചൗമണി അങ്ങോട്ട് നല്ല കിട്ടിയിട്ടുണ്ട്. റയാൻ ചെറുക്കി ഈ കാണുന്നത് നോക്കണല്ലോ. റൈഗാർഡ്, പിന്നെ ഹെർണാണ്ടസ്, ചൗമണി. ഗൈസ് ചെറിയൊരു ഡിലേ ഉണ്ട് സംഭവം. അതെനിക്ക് തോന്നി ഡിവിഷനിൽ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റായി വരണം. അതാണ് നമ്മള് ടച്ച് കൊടുക്കുന്ന സമയത്ത് വലിയ ആവുന്നത്. നമുക്ക് ചൗമണി കിട്ടിയിട്ടുണ്ട്, എംബാപ്പെ, പിന്നെ ചൗമണി, റയാൻ ചെറുക്കി, പിന്നെ എംബാപ്പെ, ഡെമ്പലെ. വിളിച്ചടിച്ചോ എടാ, നല്ലൊരു ചാൻസ് ആയിരുന്നു, പോയി. റോബർട്ട്സൺ, ഒലിവർഗാന്, സലിബ, റയാൻ ചെറുക്കി, നമ്മുടെ ഡെമ്പലെ, എംബാപ്പെ, സലിബ, ഷെവ, യമാല്. ഓൾറെഡി വിയർ ഉള്ളതുകൊണ്ട് ഇവന്മാർ അത്യാവശ്യം ഫോമായിട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. ചൗമണി, ക്യാൻഡെ പോയി, റൈഗാർഡ്, ഷെവ, വിയേരി, ക്യാൻഡ് എടുത്തിട്ടുണ്ട്. ക്യാൻഡ് അതെല്ലാം കിടിലൻ കളി കളിക്കുന്നുണ്ടല്ലോ. ലോലിസ് അടിച്ചോ, നമ്മുടെ റയാൻ ചെറുക്കി. ഈ അത്യാവശ്യം കളിക്കുന്നുണ്ടോ. ഡെമ്പലെ നല്ലൊരു പാസ് അടിച്ചോ. ഞാൻ വിചാരിച്ചു അവിടുന്ന് വിളിച്ചു, ഞാൻ കറവ് കൊടുത്തു. പക്ഷെ കറവൊന്നും അല്ല പോയെ, നേരിട്ട് അടിച്ചു. അതാ ഞാൻ പറഞ്ഞ, നമ്മളൊരു കൊടുത്തതിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഡിലേ വരുന്നത്. അപ്പൊ ഇത് നേരത്തെ പോലെയല്ല. ഓപ്പോണന്റ് തന്നെ ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നല്ല ഓപ്പോണന്റ് ആണ്. സലിബ നേരത്തെ നമ്മൾ കുറച്ച് സിമ്പിൾ ഇതായിരുന്നു ഗൈസ്, പക്ഷെ ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത കളിയുണ്ട്. ഓക്കെ, നമ്മുടെ ഡെമ്പലെ, റൈഗാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചൗമണി, ക്യാൻഡെ, ഒലിസ്, ചൗമണി അടിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ചെറുക്കി അടിച്ചോ. എടാ നല്ലൊരു ചാൻസ് ആയിരുന്നു, നല്ലൊരു അടിപൊളി ചാൻസ്. കറക്റ്റ് ഗോളായിരുന്നു, ഓഫ് സൈഡും അല്ല, പക്ഷെ അത് കറക്റ്റ് കിട്ടിയില്ല. ചിലതൊക്കെ അങ്ങനെയാണ് ഗൈസ്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എവിടുന്ന് അടി വരികയെന്ന് പറയാൻ പറ്റില്ല. ജെറാഡ് നെറ്റ് പോയോ ഈ ഓപ്പോണന്റ്. കളി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ കളി തോന്നുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഗോൾ അടിക്കും. ശിവ നെറ്റൊന്നും പോയിട്ടില്ല. ജെറാഡ് ബാക്ക് പാസ് അടിച്ചിട്ട് പയ്യൻ നൈസിന് ജെറാഡിനെ വെച്ച് ഇത് ചെയ്യാൻ നോക്കിയതാ. ജെർക്കി, റൈഗാർഡ് വീണ്ടും കിട്ടിയിട്ടുണ്ട്. ചൗമണി, ഒലിസ്, ചൗമണി കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ, സലിബേനെ വെട്ടിക്കുന്നു. നമ്മുടെ ചെറുക്കി. ഗൈസ് ഈ കാർഡ് അത്യാവശ്യം കളിക്കുന്നുണ്ടല്ലോ. ഇത് ഏതാ കാർഡ് നോക്കണം ഞാൻ. എംബാപ്പെ അടിച്ചോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് കറക്റ്റ് സമയത്തിന്. ഗൈസ് എന്തോ സംഭവം മേളിൽ വീണതാ. മച്ചാമര പോയില്ല. ഷെവ. അപ്പൊ എന്തായാലും നമ്മൾ 2 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മൾ ലീഡ് പിടിച്ചിട്ടുണ്ട് ഡിവിഷൻ മാച്ചിൽ. റോബർട്ട്സൺ, ഹ്യൂസ്, റൈഗാർഡ്, സലിബ. ചെറിയ ടൈറ്റ് ഉണ്ട് ഗൈസ്, അല്ലേ നമ്മൾ 2 3 അടിച്ചാല് ടൈറ്റ് വന്നോണ്ട്. ക്യാൻഡ് എടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്, ബോൾ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. പോലീസ്, എംബാപ്പെ, ചൗമണി, നമ്മുടെ ചെറുക്കി, ബാക്കോട്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. അനിമോൻ ഇല്ല കേട്ടോ ഗൈസ്, അമിമോൻ ഗൈസ്. അപ്പൊ 3 ഷോട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഓപ്പോണന്റ് വന്ന് തകർക്കോന്ന് അറിയില്ല. ചൗമണി, ക്യാൻഡ്, വിയേരി, ഒലിസ് ഗൈസ്. ഒലിസിനെ കൊണ്ട് ബ്ലിറ്റ്സ് അടിക്കണ്ട ഗൈസ്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും.
അർണോൾഡ്, യമാല്, ഷെവ, വിയേരി, റൗള്. ഗൈസ് ഇമ്മൊരു പാസ് കിട്ടുന്ന കേട്ടോ. അതുകൊണ്ട് എന്നെ പോക്ക പോണത് എടീ പിടിച്ചോട്ടെ. ഇപ്പൊ കേറും അല്ലെങ്കിൽ ഗൈസ് അത് കോർണറാണെന്ന് തോന്നുന്നു. ആണോ വിയേരി അടിച്ച് നമ്മുടെ ആരെ വെച്ച് ഞാൻ ചെയ്തത് കൊണ്ടാന്ന് തോന്നുന്നു. നോക്കട്ടെ. ആ കോർണർ ഗൈസ് അർണോൾഡാണ് മച്ചാമാരെ കടിക്കാൻ പോണം നമ്മുടെ ഇടത്. അപ്പൊ നോക്കാം നമുക്ക്. പോലീസ് എടാ നല്ലൊരു ചാൻസ് ആയിട്ട് എംബാപ്പെ പാസ് കണ്ടോ ഗൈസ്. ഇത് എപ്പോഴും അടിച്ചു, പക്ഷെ ഇതൊന്നും അനങ്ങുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ മിക്കവാറും എനിക്ക് ഇപ്പൊ തന്നെ ലീഡ് ആക്കി കൊടുക്കുവോ. ശേവ പിടിക്ക് ചൗമണിക്കാന്റെ പോലീസ് കണ്ടോ ഗൈസ് എപ്പോഴും ഇത് കൊടുത്തു, പക്ഷെ അനങ്ങുന്നില്ല മച്ചാമാരെ. യമാല്, പോലീസ്, പിന്നെ പോട്ടെ റോബർട്ട്സൺ. ഗൈസ് അപ്പൊ നിങ്ങൾ ലോങ് ബോൾ കൗണ്ടറിനായിട്ട് എന്താ പറയാ മാനേജറിനെ എടുക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ഇത് എടുത്തോ, നിങ്ങൾക്ക് വെറുത്തായിരിക്കും. കാരണം ഞാൻ നമ്മുടെ വേൾഡ് കപ്പ് തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമൊക്കെ ആയിട്ട് 1.5 കൊല്ലമായിട്ട് നമ്മുടെ പഴയ ടെമ്പില് യൂസ് ചെയ്തോണ്ടിരുന്ന ഡിവിഷന്റെ നല്ല ചാൻസ് ആയിരുന്നു. കിട്ടി പോട്ടെ അടിച്ചോ. എടാ ഈ പവർ ലേശം കുറഞ്ഞു, അല്ലെ കറക്റ്റ് ഗോളാക്കായിരുന്നു. അപ്പൊ നല്ല മാനേജറാണ്. ഇനി നമുക്ക് നോക്കാം. അർജന്റീന മാനേജർ സ്കലോണിയൊക്കെ മിക്കവാറും ക്വിക്ക് കൗണ്ടർ ആയിരിക്കും. അപ്പം വരാനുണ്ട്, പക്ഷെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ സ്പെയിനൊക്കെ വരാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. കാരണം ഇനി നോക്കിയിട്ട് നൈസായിട്ട് എടുക്കുന്നവരുണ്ട്, ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുക. പ്രീമിയം ബാക്ക് ആയിട്ട് സ്പെയിൻ എന്തായാലും വരാണ്ടിരിക്കില്ല. 1500-2000 എന്തായാലും വരും. ചിലപ്പോൾ 1500 ആയിരിക്കും നമ്മുടെ ഇപ്പൊ വന്ന കാർഡ് പോലെ. പിന്നെ നിലവിൽ കേസ് നമ്മുടെ ടർക്കിയോ അങ്ങനെ ഏതെങ്കിലും വേറെ ഇത് രാജ്യത്തിന്റെ കിട്ടുവാണെങ്കിൽ അതും നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ എല്ലാം റെഡിയാക്കാം. മറ്റേ പോലീസ് ത്രൂ പാസ് കൊടുത്ത് വേഗം വിടുകയും ചെറുക്കി പൈസ കണ്ടോ. ഡിലേ ആയതുകൊണ്ടല്ലേ അതൊക്കെ ഉണ്ടല്ലോ ഷുവറായിട്ട് എപ്പോൾ കയറിപ്പോണ്ടേ. അത് വിയേരി അടിക്കും മിക്കവാറും. അതാ പൈസ അപ്പൊ അടിച്ചിട്ടുണ്ട് എന്തായാലും വിയേരിന്റെ ഫസ്റ്റ് ഗോള്. ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സബ് ചെയ്യാൻ. ഞാൻ ഇൻസാഗിന് നമ്മുടെ മെസ്സിനെ ഇറക്കിയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹസാഡിനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഓപ്പോണന്റ് ഒന്നും മാറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ മച്ചാവൻ എന്തായാലും എനിക്ക് തോന്നുന്നു 89 വർത്തായിട്ടുള്ള ഒരു കാർഡാണ്. പിന്നെ നമുക്ക് നിലവില് ഒരു കുറച്ച് മാച്ചോട് കളിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത് ഈ നെറ്റിന്റെ പ്രശ്നം കാരണമാണ്. നെറ്റല്ല ഗൈസ്, ഈ ഡിലേ കാരണമാണ് ബോൾ കിട്ടാത്ത കറക്റ്റ് ടൈമിൽ. പക്ഷെ നമുക്ക് ഏകദേശം ഒരു കുറെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എങ്ങാണ്ടാവുമ്പോ ഗൈസ് അപ്പൊ ഒരു ത്രോ പോയിട്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഹെർണാണ്ടസ് ടു നമ്മുടെ ചൗമണി. ഹെർണാണ്ടസ് വീണ്ടും നമ്മുടെ ചൗമണിന്ന് വന്നു. ചെറുക്കി ഗൈസ്, ഈ ഒരു ചെറുക്കിന്റെ കാർഡ് അത്യാവശ്യം നല്ല കാർഡാന്ന് കേട്ടോ. മെസ്സി, ഇൻസാഗി, ഓക്കെ ചെറുക്കി ചേടാ സലിബി എടുത്തു ഗൈസ് നമ്മുടെ ഓപ്പോണന്റ്. ഗൈസ് കിട്ടിയിട്ടുണ്ട്. ക്യാൻഡി ടു മെസ്സി, ഓക്കെ അടിച്ചു ഇൻസാഗി. എടാ ഗോളി പിടിച്ചത് മച്ചാമാരയുടെ. ഈ ഓപ്പോണന്റെ ഗോളി എനിക്ക് ഒലിവർക്കാനാണ് അത്യാവശ്യം കിടിലൻ ഗോളി ചെയ്തിട്ട് പോകുന്നില്ല ഗൈസ്. ഓക്കെ റൗള് മച്ചാവരെ ക്യാൻഡി അതിന് അത്യാവശ്യം ഇത് എടുക്കുന്നുണ്ട്. പിന്നെ മച്ചാവര് നിലവില് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമുക്ക് ഗ്രീസ്മാൻ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ ഗ്രീസ്മാന്റെ അത് ഇതിനകത്ത് ഇല്ല. പിന്നെ 105 ആയിരുന്നു പ്രീമിയം ബാക്ക്. അതിന് പകരമായിട്ടാണ് നമ്മുടെ റൊണാൾഡോന്റെ കാർഡൊക്കെ വന്നത്. അപ്പൊ ഇനി നമുക്ക് സ്പെയിനും പിന്നെ നമ്മുടെ വഴിയെ അർജന്റീനന്റെ പാക്കൊക്കെ വരാനുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ചെറുക്കി ടു കിട്ടിയിട്ടുണ്ട്. ഹസാഡ് അവിടെ ഇൻസാഗി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇൻസാഗി ഡെനി എന്താ കാണിച്ചവിടെ ഏടാ അടിച്ചോ. ഹസാഡ് കിട്ടിയിട്ടുണ്ട്. ചെറുക്കി ഓക്കെ ഒരു ക്രോസ് അടിച്ചോ. എന്റെ പൊന്ന് കൈസ് ഒലിവർക്കാരെ എടുത്തു. മച്ചവരെ കിടിലെ കളിയായിരുന്നു. എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പം മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഡിവിഷൻ ജയിച്ചിട്ടുണ്ട്. നമ്മുടെ പോയിന്റ് കൂടെ എന്തായാലും ഓപ്പോണന്റ് ഡിവിഷനിൽ അപ്പം 2-1 ജയിച്ചിരിക്കുന്നത്. അത്യാവശ്യം കിടിലൊരു മാച്ച് ആയിരുന്നു ഗൈസ്. നമുക്ക് നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് എടുത്ത് നല്ലൊരു കിടിലൻ ലോങ് ബോൾ കൗണ്ടർ മാനേജറാണ് നമ്മുടെ ഡെഷാംസ് 89. അത്യാവശ്യം റേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും വഴി നമ്മുടെ ബാക്കി കാര്യങ്ങളും കാർഡിന്റെ ഒക്കെ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. അപ്പൊ ഗൈസ് ഉറപ്പായിട്ടും മച്ചാമ്മ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മുടെ റൊണാൾഡോന്റെ കാർഡൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിച്ചു. കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസത്തെ റിവ്യൂ ഒക്കെ ചെയ്തപ്പോൾ. അപ്പൊ അതുപോലെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നമ്മുടെ മെയിൻ ചാനൽ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.